മലങ്കര ദർശൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാലഘട്ടത്തിന് ഒരു പുതിയ വിഭജനം നൽകിക്കൊണ്ട് ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തി കൊറോണ വൈറസിൻ്റെ വ്യാപനം ഇന്ന് അതീവ ഗൗരവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. COVID-19 എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര വൈറസ് വ്യാപനം ലോകരാഷ്ട്രങ്ങളെ തന്നെ ഏറെ ആകുല ചിന്തയിൽ ആഴ്ത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മനുഷ്യരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പല ആകുല ചിന്തകളുമുണ്ട്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പ്രതിഫലനമാണ്. മറ്റൊരു കൂട്ടം ആളുകൾ പറയും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇത് പാപത്തിൻ്റെ പരിണിതഫലമാണ്. മനുഷ്യൻ പാപം ചെയ്തു, അതിൻ്റെ ദൈവകോപമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട്. വേദപുസ്തകപരമായ അടിസ്ഥാനത്തിൽ പ്രവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവവിശ്വാസികൾ പറയും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് സമാഗതമായിരിക്കുന്നു. കാരണം എന്തൊക്കെ തന്നെയാണെങ്കിലും 195 രാജ്യങ്ങളെയും വളരെയധികം ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്ന എല്ലാവിധമായ മേഖലകളെയും ബാധിച്ചിട്ടുള്ള ഈ വൈറസിനെക്കുറിച്ച്, അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ വ്യാപനത്തെക്കുറിച്ച് ഒക്കെയുള്ള ആശങ്കകൾ അകറ്റുക എന്നാണ് ഇന്നത്തെ ഈ കൂടിവരവിൻ്റെയും ഈ ചർച്ചയുടെയും ഉദ്ദേശം. വളരെ കാലിക പ്രാധാന്യമുള്ള ഈ വിഷയം കൈകാര്യം ചർച്ച ചെയ്തതിന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള വ്യക്തികളെയാണ്. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമ്മുടെ ആദ്യ അതിഥി ആരോഗ്യരംഗത്തു നിന്നുള്ള വ്യക്തിയാണ് ഡോക്ടർ ജി മോഹൻ. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡോക്ടറാണ്. കഴിഞ്ഞ 10 വർഷമായി മരണാസന്നരായ രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായം നൽകുകയും ചെയ്യുന്ന ഡോക്ടർ ജി മോഹൻ ആരോഗ്യപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കും. ഡോക്ടർ ജി മോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലും ഇന്ത്യയിലും വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. ILOയുടെ നിയമ ഉപദേശകൻ, ഹിന്ദ് മസ്ദൂർ സൊസൈറ്റിയുടെ മുൻ പ്രസിഡൻറ്റ്, മുൻ ലോകസഭാ അംഗം തുടങ്ങിയ നിലകളിൽ ഏറെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. അന്താരാഷ്ട്ര തലത്തിലുള്ള കൊറോണ വൈറസിൻ്റെ COVID-19 പാർശ്വദോഷങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കും. അഡ്വക്കേറ്റ് തമ്പാൻ തോമസിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വിശിഷ്ട അതിഥി കേരളത്തിന് ഞാൻ പരിചയപ്പെടുത്തേണ്ടുന്ന വ്യക്തിയല്ല എന്നെനിക്കറിയാം. പ്രൊഫസർ തോമസ് മാത്യു. അദ്ദേഹം വിമർശന സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അനേകം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്നും ക്രൈസ്തവ ലോകത്തിനും സാഹിത്യ ലോകത്തിനും ധാർമ്മികമായ ഉപദേശങ്ങൾ നൽകുവാൻ സമർത്ഥനും എല്ലാ തരത്തിലും യോഗ്യതയുള്ള വ്യക്തിയാണ്. അദ്ദേഹം പലയിടങ്ങളിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മൂന്നാർ ഗവൺമെൻറ് കോളേജിൻ്റെ പ്രധാന അധ്യാപകനായി അദ്ദേഹം വിരമിച്ചു. ആധ്യാത്മിക, സാമൂഹിക, സാഹിത്യ രംഗങ്ങളിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യു സാറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്രം അതിൻ്റെ പുരോഗതിയിൽ നിൽക്കുകയും ഗവേഷണ രംഗത്ത് ഇത്രമാത്രം ഉയർച്ച നേടുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ
കൊറോണ വൈറസ് COVID-19 എന്ന ഈ വൈറസിനെ ഇത്രമാത്രം ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഭയക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്താണ് ഇതിൻ്റെ സാമൂഹിക ആരോഗ്യപരമായിട്ടുള്ള മാനങ്ങൾ? ഡോക്ടർക്ക് അതിനെക്കുറിച്ച് ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി വിവരിക്കാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിലാണ് നമ്മൾ WHO ഇത് ആദ്യമായിട്ട് വുഹാനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വുഹാനിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാർസ് വൈറസ് നേരത്തെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ജനിതക മാറ്റം വരുന്ന ഒരു കൊറോണ വൈറസ് തന്നെയാണ് സാർസ് വൈറസായിട്ടും വരുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ബുദ്ധിമുട്ടുള്ളൊരു വശം. കാരണം ഇത് എയറസോളായിട്ടോ അത് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോഴോ നിങ്ങളൊരു 10 മിനിറ്റിൽ കൂടുതൽ ഒരു രോഗിയുമായിട്ട് അടുത്ത സമ്പർക്കം വരുമ്പോഴത്തേക്കും ഇത് പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രോഗിയിൽ നിന്ന് ഒരു 3 പേർക്കും 3 നിന്ന് 9 പേർക്കും അങ്ങനെ ഇത് പകരാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, എന്തുകൊണ്ടോ വുഹാനിലും ചൈനയിലും അതിന് ശേഷം വരുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലി, അതുപോലെ സ്പെയിൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ഇംഗ്ലണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഇത് വളരെ വേഗത്തിൽ ഇത് പടർന്നുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ നമ്മളുടെ വ്യോമയാത്രകൾ കാരണം ട്രാവലിംഗ് വളരെ എളുപ്പത്തിൽ പോകുന്നതാണ്. അതായിരിക്കാം ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ട് ഇത് പടരാനായിട്ട് വന്ന ഒരു സംഗതിയായിട്ടുണ്ട്. കാരണം ഈ വൈറസിനെ കുറിച്ച് നമുക്കൊന്നും തന്നെ അറിയാൻ പാടില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാടില്ല. ഇത് കാണാൻ പറ്റുന്നില്ല. നമ്മളിതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നില്ല. മരണനിരക്കും വളരെ വളരെ കൂടുതലായിരുന്നു. ഈ രാജ്യങ്ങളിലെ മരണനിരക്ക് വളരെ വളരെ കൂടുതലായിരുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വൈറസ് നമ്മളിവിടെ കാണുന്നത് ജനുവരിയിൽ തന്നെയാണ്. മാർച്ച് ആയപ്പോഴത്തേക്ക് ജനുവരിയിൽ ആദ്യത്തെ വൈറൽ കേസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യമൊന്നും വളരെ കാര്യമായിട്ട് വളരെ ഇതിങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ജൂൺ മാസമായപ്പോഴത്തേക്കും ജൂലൈ ആയപ്പോഴത്തേക്കും തന്നെ ഇത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മഹാരാഷ്ട്ര, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും വന്നു. അപ്പോൾ ഇത് ഒരു പകർച്ചവ്യാധി എന്ന നിലയിൽ നമുക്കതിനൊരു വ്യക്തമായിട്ടുള്ള വൈറസ് ആയത് കാരണം ഇതിന് വ്യക്തമായിട്ടുള്ളൊരു ചികിത്സയില്ല. വരുമ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ശക്തമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകണം. കാരണം ഇതൊരു അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് ശ്വാസകോശങ്ങൾ, കിഡ്നി അങ്ങനെയുള്ള ഭാഗങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യുകയും മരണനിരക്ക് വളരെ വളരെ കൂടുതൽ. അതിൻ്റെ കൂടുതൽ തന്നെ കോമോർബിഡിറ്റീസ് എന്ന് നമ്മൾ പറയുന്ന ഇതിനോടൊപ്പം വരുന്നത് നമ്മളുടെ എന്തെങ്കിലും അസുഖം, ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരെല്ലാം മരണനിരക്ക് വളരെ കൂടുതലായിട്ട് കാണും. അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരിലും ഇത് വളരെ കൂടുതലായിട്ട് കാണും. ഇതിൻ്റെ സാമൂഹിക വശത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് ഏറ്റവും ഇതായിട്ടുള്ളത്. കാരണം ഇതിന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രംഗം കൂടിയുണ്ട്. അതായത് നമ്മൾ പറയുന്ന സോഷ്യൽ സാമൂഹിക വ്യാപനം എന്ന് പറയുന്നതിലേക്ക് ഇത് വരുമ്പോഴത്തേക്കുമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും അവരൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഇത് ട്രീറ്റ് ചെയ്യുന്നവർക്ക് PPE കിറ്റുകൾ കൊടുക്കേണ്ടി വരും. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഇടാനായിട്ടും ഊരാനായിട്ടും അരമണിക്കൂർ വെച്ച് സമയം എടുക്കേണ്ടി വരും. 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ ഇവർക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ചികിത്സിക്കുന്നവരുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഒരു വശത്തുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടർ, എനിക്കൊരു സംശയമുണ്ട്. അതെൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെയും സംശയമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സാമൂഹ്യ വ്യാപനം എന്ന് പറയുന്നത് അതെന്താണ്? അത് പലർക്കും ഐഡിയ ഇല്ല. ഇത് വായുവിലൂടെ പകരുന്നതാണോ, അതോ പരസ്പരമുള്ള മാനുഷിക ബന്ധങ്ങളിലൂടെ കോണ്ടാക്റ്റിലൂടെ പകരുന്നതാണോ? എന്താണ് ഈ സാമൂഹ്യ വ്യാപനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് ശ്വാസം, അതായത് നമ്മൾ വർത്തമാനം പറയുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ആണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അണുക്കൾ പുറത്തേക്ക് വരുന്നത്. അത് പല തിയറികളുണ്ട്. കാരണം ഒരു മീറ്ററിനുള്ളിൽ നിന്ന് ഈ ഒരാൾക്ക് 10 മിനിറ്റിൽ കൂടുതൽ, ഒരു രോഗിയെടുത്ത് 10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാനായിട്ടുള്ള പ്രൈമറി കോണ്ടാക്റ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളും എല്ലാം വെച്ചിരുന്നത്. കാരണം ഇത് അധികം പടരാതിരിക്കാനായിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ അല്ലെങ്കിൽ നമ്മൾ ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന ജനത്തിന് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട്, നേരത്തെ ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു വാക്ക്, പല വാക്കുകളും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ക്വാറൻറ്റൈൻ വീട്ടിൽ ഹോം ക്വാറൻറ്റൈൻ ഉണ്ട്, ഹൗസ് ക്വാറൻറ്റൈൻ ഉണ്ട്,
കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ നമ്മൾ കേട്ടിട്ടില്ല. ഇതിനു മുമ്പൊന്നും നമ്മൾ ഈ പദങ്ങളൊന്നും കേട്ടിട്ടില്ല. ഈ വൈറസാണ് ഈ പദങ്ങളെല്ലാം കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് സമൂഹത്തിലേക്ക് പടരുമ്പോഴത്തേക്കും ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് രോഗം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സാമൂഹിക വ്യാപനം എന്ന് വേണേൽ പറയാം. വളരെയേറെ ആൾക്കാർ, വളരെയേറെ രോഗികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമൂഹ വ്യാപനം എന്ന് പറയുന്നത് ഏകദേശം അതാണ്. അപ്പോൾ അതാണ് ഈ സോഷ്യൽ എൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പം ചികിത്സയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതേസമയം തന്നെ വൈദ്യശാസ്ത്രം പറയുന്നു ഈ കൊറോണ വൈറസിന് തക്കതായ മരുന്നില്ല എന്ന്. എന്ത് മരുന്ന് കൊടുത്താണ് ഇപ്പോൾ ഈ രോഗികളെ ചികിത്സിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ കോവിഡ് ലക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ RT-PCR പോസിറ്റീവ് ആവുകയോ അല്ലെങ്കിൽ ആൻറ്റിജൻ പോസിറ്റീവ് ആവുകയോ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്കാണ് മാറ്റുന്നത്. ഈ രോഗിക്ക് രോഗം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, രോഗലക്ഷണങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ രോഗിയുടെ ഉള്ളിൽ വൈറസ് ഉണ്ടെന്നുള്ള കാരണത്തിൽ അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. ഇവർക്ക് പ്രത്യേകിച്ചുള്ള ചികിത്സ ഒന്നും കൊടുക്കുന്നില്ല. കൂടി ആ സെൻറ്ററുകൾ കൊടുക്കുന്നത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ സിങ്കും അതുപോലെ തന്നെ കാൽഷ്യവും മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ മറ്റേ ലങ്സിനെ എല്ലാം അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, ശ്വാസകോശങ്ങളെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് അതിൻ്റേതായിട്ടുള്ള ചികിത്സകളുണ്ട്. വൈറസിനെതിരായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സയില്ല. ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വാക്സിനുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രിവെൻറ്റീവ് ഒരു മെത്തേഡായിട്ടാണ്. അതും വരാനായിട്ട് ഏകദേശം ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ ആയിട്ട് അത് വരുള്ളൂ. എഫക്റ്റീവായിട്ടുള്ള മറ്റേ നമ്മൾ വാക്സിൻ വരുന്ന അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ഇവരിൽ കോൺടാക്റ്റുകൾ, പ്രൈമറി കോൺടാക്റ്റുകളെയും സെക്കൻഡറി കോൺടാക്റ്റുകളെയും ക്വാറൻറ്റൈനിലാക്കി ഈ രോഗവ്യാപനം തടയുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, കഴിയുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മൾ ഇതിൻ്റെ വരാതിരിക്കാനായിട്ട് എത്രത്തോളം ശ്രദ്ധ കൊടുക്കാമോ അത്രത്തോളം ശ്രദ്ധ കൊടുക്കാമോ. അപ്പോൾ വൈറസിന് നേരിട്ടുള്ള മരുന്നില്ല, വൈറസ് മൂലം ഉണ്ടാകുന്ന മറ്റ് പാർശ്വഫലങ്ങൾക്കുള്ള മരുന്നാണ് കൊടുക്കുന്നത് അല്ലേ. ഈ രോഗത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ദൂഷ്യഫലങ്ങൾ അത് സാമ്പത്തിക രംഗത്തെ എങ്ങനെയാണ് ബാധിക്കുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കുക, അത് ബാധിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സാറിനൊന്ന് വിവരിക്കാമോ? ഇന്ന് കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരോ രാജ്യങ്ങളും അവരുടെ വികസന പ്രക്രിയയുടെ ത്വരിതത്തിലുള്ള വേഗത, ആ വേഗതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട്. ഇപ്പം ചൈനയിൽ വുഹാനിൽ ഇത് ഉത്ഭവിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു അവലോകനം അത് എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. അത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതിന് അവസരമുണ്ടാക്കി കൊടുത്ത അവിടെ ദാരിദ്ര്യവത്കരിക്കപ്പെട്ട ഒരു ജനത അവരുടെ ആഹാരത്തിന് വേണ്ടി അവർ കഴിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ തേടി പിടിച്ച് ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. അവിടുത്തെ ഇവിടെ കാണുന്ന എക്കണോമിക് സോണുകളുണ്ടല്ലോ, ഉൽപ്പാദനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മനുഷ്യന് കൊടുക്കേണ്ട, തൊഴിലാളിക്ക് കൊടുക്കേണ്ട, അധ്വാനിക്കുന്നവന് കൊടുക്കേണ്ട, സമൂഹത്തിനാകെ കൊടുക്കേണ്ട സാമൂഹ്യ സുരക്ഷ കൊടുക്കുന്നതിന് പകരം അവരെ പൂർണ്ണമായും ഉൽപ്പാദന പ്രക്രിയയിലേക്ക് വിശ്രമം കൂടാതെ 13, 14, 16 മണിക്കൂറുകൾ ഒരു ദിവസം അധ്വാനിക്കുക, അല്ലെങ്കിൽ 36 മണിക്കൂർ തുടർച്ചയായിട്ട് അധ്വാനിക്കുക. ആ അധ്വാനിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതിന്, മാർക്കറ്റുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രം പ്രയോഗിച്ചു. ഇതിനെയാണ് നമ്മൾ ഫ്രീ എക്കണോമിക് സോൺ എന്ന് പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി വികസനത്തിൻ്റെ പേരിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതി. ഇത് ചൈനയാണ് ഏറ്റവും കൂടുതലായി കൈകാര്യം ചെയ്തത്. ചൈനയിലുണ്ടായിട്ടുള്ള കാണുന്ന വലിയ 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 വ്യവസായ നഗരങ്ങൾ ഇത്തരത്തിലുള്ളവയാണ്. അവിടെ ക്യാപിറ്റൽ മുടക്കാൻ കഴിയുന്ന സാമ്പത്തിക ശക്തികൾ, ക്യാപിറ്റലിസ്റ്റുകൾ രാജ്യത്തെ ഉൽപ്പാദന പ്രക്രിയയിൽ, ലോകത്ത് മുഴുവനും ഉൽപ്പാദന പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ചൈനയിൽ കിട്ടുന്ന ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി, അതായത് വില കുറഞ്ഞ മനുഷ്യനും വില കുറഞ്ഞ ഉൽപ്പാദന സമ്പ്രദായവും ഉപയോഗിച്ച്
ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അത് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു സാമ്പത്തിക ചൂഷണം, ഭയങ്കരമായ ചൂഷണം. സാമ്പത്തികമായ ചൂഷണം എന്ന് മാത്രമല്ല, നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് ആ തുല്യതാബോധം, മനുഷ്യന് കൊടുക്കേണ്ട തുല്യതാബോധം, അവനെ സഹോദരനെ പോലെ കരുതി അവനും നമ്മുടെ കൂട്ട് തന്നെ അവകാശമുണ്ട് എന്ന് കരുതുന്നതിന് പകരം ഈ സമ്പത്ത് ഇതിനെയൊക്കെ സൂക്ഷിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വികസന ത്വരത, അത് ചൈന അത് കഴിഞ്ഞ ചരിത്രപരമായി കൊണ്ടുവന്ന ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ കൊണ്ടുവന്ന സാമൂഹ്യ സമ്പ്രദായങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഇത്തരം ആളുകൾ ശ്രമിച്ചു. അതാണ് നമ്മൾ പുതിയ ചൈനയിൽ കാണുന്നത്. ചൈനയിൽ സമത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹം താണനിലയിലുള്ള വരുമാനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നതിനെ മാറ്റിമറിച്ച് ചൈന ഉപയോഗിച്ചുകൊണ്ട് ലോക കമ്പോളം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഈ സമ്പത്തിൻ്റെ മേൽ ഉടമാവകാശമുള്ള ആളുകൾ തീരുമാനിക്കുകയും അവരുടെ രാജ്യങ്ങളിൽ നിന്ന് അത്തരം സാമ്പത്തിക ശക്തികൾ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അന്താരാഷ്ട്ര ബന്ധമാണ്. ആ അന്താരാഷ്ട്ര ബന്ധത്തിന് പെട്ടെന്ന് ഉപയോഗിക്കാൻ കണ്ടുപിടിച്ചത് ചൈനയാണ്. അപ്പം ചൈനയിലേക്ക് എല്ലാ തരം ഉൽപാദന ശക്തികളും ഉൽപാദകരും അങ്ങ് ഓടിക്കയറുകയാണ്. അവിടെ നിസ്സാരമായി ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കാനിട വന്നിട്ടുണ്ട്. ചൈനയിൽ തന്നെ നടത്തിയിട്ടുള്ള സാമൂഹ്യ സമ്മേളനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നടത്തിയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറിപ്പം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ അംഗം കൂടിയാണല്ലോ. എന്താണ് ഇത് അന്തർദേശീയ തലത്തിൽ ഇത്തരത്തിൽ ചൂഷിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെ തന്നെ ബീജിംഗിൽ ഒരു സമ്മേളനം വെച്ചു. ബീജിംഗിലെ സമ്മേളനത്തിൽ ILOയുടെ അന്നത്തെ ഡയറക്ടർ യുവാൻ സൊമാവിയ അദ്ദേഹം വന്നിരുന്നു. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലായിരുന്ന ഗൈ റൈഡർ, ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സെൻഗുപ്ത, എല്ലാവരും കൂടിയിരുന്ന് ഞങ്ങളിത് കണ്ടു, മനസ്സിലാക്കി. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി, കണ്ടു, മനസ്സിലാക്കി. അവിടെ തൊഴിലാളി യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് തുല്യതാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളില്ലാതെ കണ്ട് വിദേശ രാജ്യത്തെ മൂലധന ശക്തികൾ അവിടെ കടന്നു വന്ന് ഉൽപാദനം നടത്തും. കംപ്ലീറ്റ് ആയിട്ട് ചൂഷണം ചെയ്തു. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് വിശ്രമം കിട്ടുന്നില്ല. ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉറുമ്പ് തീനി, അതായത് അങ്ങനെയുള്ള സാധനങ്ങളെ അവരെ പിടിച്ചു തിന്നാൻ, നമ്മൾ തന്നെ ഇവിടെ ഉറുമ്പ് തീനി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതിന് വേറെ ഒരു പേരുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചു തിന്നാന്ന് പറയും. ചേര, പാമ്പ്, മത്സ്യം, ഇതൊക്കെ എന്ത് കിട്ടും, കഴിക്കാൻ പാടില്ലാത്തതോ എന്തെല്ലാം കഴിയും. അവരുടെ ആരോഗ്യം തകർന്നു, അവരുടെ റെസിസ്റ്റൻസ് പവർ കുറഞ്ഞു. അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് ഒരു വശം. അത് വേറൊന്ന് പറയുന്നത് അവിടെ മനഃപൂർവ്വമായി ഉണ്ടാക്കിയെന്ന് പറയുന്നത്, അത് ഗൂഢാലോചനയിൽ ലോക മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നുള്ളത്. പക്ഷെ സത്യം അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അടുത്ത സ്ഥലം നോക്കുക. ഇവിടെ കുഴപ്പമായി കഴിഞ്ഞാൽ മിലാനിലേക്ക് നോക്കുക. എന്തിനാണ് മിലാനിലേക്ക് ഈ ആളുകൾ പോകുന്നത്? ഈ ഉൽപാദന ത്വരതയുള്ള ആളുകൾ എന്തിനാ മിലാനിലേക്ക് കിടക്കുന്നത്? മിലാനിലേക്ക് കിടക്കുന്ന അവിടെ ഇത് ചെയ്യാം. അവിടെയും തുടങ്ങി ഈ എക്കണോമിക് സോണ് മിലാനിൽ ഞങ്ങൾ ചർച്ചകൾ നടത്തി. മിലാനിൽ വെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീ എക്കണോമിക് സോണിനെ കുറിച്ച് അവിടെ വെച്ച് ചർച്ചകൾ നടത്തിയല്ലോ. ഞാനതിൽ പോയിരുന്നു. ആ ചർച്ചകളിലേക്ക് വന്നത് മിലാനിലെ ഈ ഫ്രീ എക്കണോമിക് സോണുകളിൽ നിന്ന് നടക്കുന്നു. മിലാനിലെ ഉൽപാദകരാരാ? ചൈനയിൽ നിഷേധം വന്നപ്പോൾ അവർ കണ്ടുപിടിച്ച് ഇറ്റലി എന്നുള്ള പേര്, പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റലി എന്ന് എഴുതിയാൽ മാർക്കറ്റ് പിടിച്ചെടുക്കാം. പ്രൊഡ്യൂസ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയാൽ അതിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞ് മോശം. അങ്ങനെ നേരിട്ട് യുവാൻ മിലാൻ ഫ്ലൈറ്റ് ഉണ്ടായി. ഒരു ഗൂഢാലോചന മൂലം ഉണ്ടായതല്ലെങ്കിലും ഇതിന്റെ വ്യാപനത്തിന്റെ പുറകിൽ ഈ തന്ത്രങ്ങളിൽ നിന്ന് വരുന്നത് മിലാനാണ് രണ്ടാമത്തെ കേന്ദ്രം. നമ്മളിത് പഠിക്കേണ്ടത്, നമ്മളിപ്പോൾ നോക്കിക്കാണുമ്പോൾ നമ്മളിത് പഠിക്കേണ്ടത് എങ്ങനെ ഉണ്ടായി, എങ്ങനെ പടർന്നു. ചൈനയിൽ നിന്ന് നേരെ അടുത്ത സ്റ്റേജിലേക്ക് അവിടെ നിന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് മിലാനിൽ നിന്നും ചൈനയിൽ നിന്നും ഈ പ്രൊഡ്യൂസേഴ്സ് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അന്തർദേശീയ മാർക്കറ്റ് പിടിക്കാൻ പോകുമ്പോൾ അതിൽ നിന്നെല്ലാം ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടായ ഡോക്ടർ പറഞ്ഞ ഈ വൈറസ് വ്യാപിക്കാൻ ആവശ്യം. ഡോക്ടർ പറഞ്ഞല്ലോ, വിമാനത്തിൽ എയർ കണ്ടീഷണർ നമ്മൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അതിനകത്തുള്ള ഒന്നും നശിക്കുകയല്ല, കയറിയതെല്ലാം അവിടെ ഇരിക്കുകയും അത് യാത്ര ചെയ്തവരുടെ ദേഹത്ത് കയറത്തില്ലേ? ഇത് കൊണ്ടല്ലേ പോകുന്നത്? അതൊരു ഉപാധി. ഒന്നാം തരം വാഹനല്ലേ? അപ്പൊ ദിവസം എത്ര ഫ്ലൈറ്റ് ഇടും? ഇത് കൊണ്ടുവന്നിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു.
എന്നിട്ട് ഇതങ്ങ് പടർന്ന് പിടിച്ചു. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, മനുഷ്യൻ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ച സംവിധാനം, പ്രകൃതിയും നമുക്ക് ദൈവം തന്ന ഓക്സിജനും, ദൈവം തന്ന വെള്ളം, ശുദ്ധമുള്ളൂ, ദൈവം തന്ന ഇക്കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ ഈ രാജ്യത്തെ ആളുകൾക്ക് അവസരമുണ്ടാകാതെ കണ്ടിരുന്ന ഈ വികസന മന്ത്രം, അതിലൂടെ ഉണ്ടായ ഒരു അപകടം. ഇതിന് പ്രതിവിധി തേടുക എന്നുള്ളതാണ് കാര്യം. അതെങ്ങനെ തേടും, എങ്ങനെ കണ്ടെത്തും? വൈദ്യശാസ്ത്രം വിജയിക്കുന്നില്ല. അതിന് പ്രതീക്ഷകളുണ്ട്. നമ്മൾ കാണുന്നത് എന്താണ്? ഇനിയുള്ളവർക്ക് ഇങ്ങനെ. അപ്പം അത് ഉദാഹരണങ്ങളുണ്ട്, വെച്ച് നോക്കൂ. നല്ല ഓക്സിജൻ കിട്ടുന്നിടത്ത് ഇതുണ്ടാ? ഇല്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മോശമായ ഒരു സ്ഥലമാണ് അട്ടപ്പാടി. കേരളത്തിൽ അട്ടപ്പാടിയിലുണ്ടോ? ഇതില്ല. ഇന്ത്യയിൽ ഏറ്റവും ഇതായിട്ടുള്ള സ്ഥലമാണ് ആസാമും ആ പ്രദേശത്തെ തോട്ടങ്ങളും. അവിടെ ഉണ്ടോ? ഇല്ല. അവിടെ ഗ്രീനറി ഉണ്ട്, അവിടെ പ്രകൃതിയുണ്ട്, അവിടെ വായുവുണ്ട്, ശുദ്ധവെള്ളമുണ്ട്. തിരിച്ചു വരാം. ഇതിൻ്റെ ഒരു ധാർമ്മികതയെക്കുറിച്ചും ഇതിൻ്റെ ഒരു ആധ്യാത്മികതയെക്കുറിച്ചുമൊക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ തമ്പാൻ സാർ പറഞ്ഞു ഇതിനൊരു രാഷ്ട്രീയ നിഗൂഢ സാമ്പത്തിക തന്ത്രം ഉണ്ട് എന്ന്. അതിനെക്കുറിച്ചുള്ള ഒരു ആധ്യാത്മിക തലത്തിലും സാമൂഹ്യ തലത്തിലും ധാർമ്മിക തലത്തിലുള്ള ഒരു വിമർശനാത്മകമായ വീക്ഷണം എന്താ സാർ? ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായിട്ടാണിപ്പോൾ കോവിഡ് പെരുമാറുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യബന്ധങ്ങളിലുണ്ടായ ഒരു മാറ്റമാണ്. ആധ്യാത്മികതയും ധാർമ്മികതയുടെയും ഒക്കെ പ്രശ്നം അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. സഹോദരൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ ബൈബിളിൽ. ഇപ്പോൾ നമ്മൾ സഹോദരൻ്റെ മുഖം കാണുന്നത് ദൈവദൂതൻ്റെ മുഖം പോലെയല്ല, നമ്മെ ഏതോ ആപത്തിൽ കൊടുക്കാൻ വരുന്ന ഒരു ശത്രുവിനെ പോലെയാണ്. നമ്മുടെ ഒരു സമീപനത്തിൽ വന്ന മാറ്റമാണ്. അതുകൊണ്ട് എത്രമാത്രം ഞാൻ എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നതാണ് എൻ്റെ സുരക്ഷയ്ക്ക് അടിസ്ഥാനം എന്നൊരു വിചാരം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കോവിഡ് അകലം അതൊരു ശൈലി പോലെ വന്നിരിക്കുന്നു. അത്രയും അകലത്തിൽ വേണം മനുഷ്യനെ നിർത്താൻ. ബന്ധങ്ങൾ അത്രേ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നു. അവനവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക എന്ന് പറയുന്നതാണ് രോഗത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. ഞാൻ എന്നിലേക്ക് ചുരുങ്ങുന്നതാണ്, എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് രോഗം എന്ന് പറയുന്നത്. ഇത് കോവിഡിൻ്റെ രോഗം മാത്രമല്ല, നമ്മുടെ എല്ലാം രോഗം. ഏതോ ഒരു ഭീതിയിൽ അന്തരീക്ഷം മുഴുവനും നാം സംശയിക്കേണ്ട, നമ്മൾ പേടിക്കേണ്ട, നമ്മളെ വിഴുങ്ങാൻ വരുന്ന എന്തോ ഒന്ന് അദൃശ്യമായി ഉണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളെ ബാധിച്ചിരിക്കുന്നു. നേരത്തെ തമ്പാൻ തോമസ് പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ ഒരു സമീപനത്തിൽ വന്ന ഒരു ചെറിയ വ്യത്യാസമാണ്. മനുഷ്യൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എനിക്ക് ചൂഷണം ചെയ്യാനുള്ളവനാണ്. നിങ്ങളെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നത് മാത്രമാണ് ഞാൻ ആലോചിക്കേണ്ട വിഷയം എന്ന് വന്നിരിക്കുന്നു. ചൂഷണമെന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നു. മനുഷ്യൻ്റെ വളർച്ച പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട്, മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, ഇങ്ങനെ ചൂഷണമാണ് നമ്മുടെ അടിസ്ഥാന പ്രേരണ. ഒരു കാലത്ത് ഉൽപ്പാദനം മുഴുവനും ഉപഭോഗത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഉൽപ്പാദനം ഉപഭോഗത്തിന് വേണ്ടിയല്ല, ലാഭത്തിന് വേണ്ടി മാത്രമാണ്. ലാഭം നമ്മുടെ മുഖ്യ ലക്ഷ്യമായി തീരുമ്പോൾ അത് മനുഷ്യബന്ധങ്ങളെ ബാധിക്കും. ആ മനുഷ്യബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ കോവിഡ് മൂലമുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ധാർമ്മികമായ പ്രശ്നം. എൻ്റെ അയൽവക്കത്തൊരു ആപത്തുണ്ടായി എന്ന് കേട്ടാൽ എനിക്കവിടെ ഓടിച്ചെല്ലാൻ ഭയമുണ്ട്. ഞാനൊരു മുൻകരുതൽ എടുക്കേണ്ടി വരുന്നു. മനുഷ്യബന്ധങ്ങളിൽ മുൻകരുതലുകൾ വേണം. നഗ്നമായ ആത്മാവോടുകൂടി മനുഷ്യനെ സമീപിക്കാൻ, സ്വച്ഛമായി സമീപിക്കാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇത് ചൂഷണം കൊണ്ടുണ്ടായി എന്ന് പറയുമ്പോൾ എല്ലാ സങ്കല്പങ്ങളും നമ്മൾ പറയാറുണ്ട് ദൈവകോപമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആയിരിക്കാം. ധർമ്മം ക്ഷയിക്കുമ്പോൾ വ്യാധികളുണ്ടാവും എന്നൊരു ഇന്ത്യയിലൊരു വിചാരമുണ്ട്. ഈതിബാധകൾ ഉണ്ടാവുന്നത് ധർമ്മമില്ലാതാകുമ്പോഴാണ്. ധർമ്മത്തിൻ്റെ കാവൽക്കാരനായിരിക്കേണ്ട രാജാവ് ധർമ്മം ലംഘിക്കുമ്പോൾ നാട്ടിൽ ആപത്തുകളുണ്ടാകുന്നു. ഈ ധർമ്മലംഘനം ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യം തന്നെയാണ്.
അതും കോവിഡുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്നെനിക്ക് നിശ്ചയമില്ല. ഇത് സംഭവിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രകൃതിയെ അധികം ഉപദ്രവിക്കാത്ത സ്ഥലങ്ങളിൽ കോവിഡ് വരുന്നില്ല. എങ്ങനെയെല്ലാം പ്രകൃതിയെ എനിക്ക് അനുകൂലമായി എൻ്റെ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ ആലോചിക്കുന്ന ഘട്ടത്തിൽ അവിടെയൊക്കെ കോവിഡ് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത ഏതൊക്കെയോ ശക്തിവിശേഷം, ഏതൊക്കെയോ നിയമങ്ങൾ, ഏതൊക്കെയോ ദൈവികമായ നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കണം. അതുകൊണ്ട് കോവിഡിനുള്ള ഒരു പരിഹാരം നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റമാണ്. ഇത് പണ്ടേ ആരംഭിച്ചിരിക്കുന്നു. മനുഷ്യനല്ലാതായി തീർന്നിരിക്കുന്നു. പ്രകൃതി അല്ലാതായിത്തിരിക്കുന്നു. ഇത് പണ്ടേ ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പണ്ട് ഡോൺ കിക്സോട്ടിൽ ഈ വിൻഡ് മില്ലിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞത് വിൻഡ് മിൽ തമാശയാണെന്നാണ് ആളുകൾ വിചാരിച്ചത്. പക്ഷേ വിൻഡ് മിൽ പ്രകൃതി അല്ലാതാക്കുന്നതാണ്. ഡീനേച്ചറിങ് നേച്ചറാണ് ഡീഹ്യൂമനൈസിങ് മാനിലേക്കുള്ള വളർച്ചയ്ക്ക് അടിസ്ഥാനമാകുന്നു. അവിടെ തുടങ്ങിയിരിക്കുന്നു നമ്മൾ. എപ്പോഴാണോ ഈ പ്രകൃതിയിൽ അതിരുവിട്ട് ഇടപെടാൻ നമ്മൾ ശ്രമിക്കുന്നത്, അപ്പോഴൊക്കെ മനുഷ്യൻ ആപത്തിൽപ്പെടും. ഏതളവിലാണ് ഇത് പ്രവർത്തിക്കേണ്ടത് നമുക്ക് നിശ്ചയമില്ല. ഒരു അരുവി കണ്ടാൽ ഉടനെ അവിടെ അണ കെട്ടണം. ഒരു വൃക്ഷം കണ്ടാൽ ഉടനെ അത് വെട്ടണം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു പൂവ് പറിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെയാണ് നമ്മൾ, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂവിൻ്റെ കഴുത്തിലാണ് നമ്മൾ പിടിക്കുന്നത് എന്നുള്ള വിചാരമുണ്ടാകണം. പണ്ട് ആൽബർട്ട് ഷവൈറ്റ്സർ പറഞ്ഞു, നമ്മുടെ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമുള്ളതായിരുന്നു. ഇപ്പോൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, എൻ്റെ വീട്ടുമുറ്റത്ത് വിടർന്നു നിൽക്കുന്ന പൂവിൽ തേൻ കുടിക്കാൻ വരുന്ന പൂമ്പാറ്റയോടുള്ള എൻ്റെ ബന്ധത്തിൽ ധാർമ്മികതയുടെ പ്രശ്നം അന്തർഭവിക്കുന്നു എന്നടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ധർമ്മവ്യവസ്ഥ, ലോകത്തിൻ്റെ ധർമ്മവ്യവസ്ഥ, നീതി വ്യവസ്ഥ താറുമാറായിരിക്കുന്നു എന്നത് ഇതിനൊക്കെ അടിസ്ഥാനമാണ്. കോവിഡ് അതിനെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് കൂടുതൽ അകറ്റിക്കൊണ്ടു പോകാൻ, ഈ മനുഷ്യത്വരഹിതമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ കൂടുതൽ അകറ്റിക്കൊണ്ടു പോകുന്നതിനും കോവിഡ് സഹായം ചെയ്യുന്നു. എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാനൊരു ദ്വീപാണ്. എനിക്ക് മറ്റൊരാളുമായി ബന്ധം എത്രമാത്രം ഒഴിവാക്കാൻ കഴിയുമോ അത്രമാത്രമാണ് ഞാൻ സുരക്ഷിതനാവുന്നത് എന്നുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. മനുഷ്യബന്ധത്തിൻ്റെ ഒരു സിദ്ധാന്തം തന്നെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. മനുഷ്യബന്ധത്തിനപ്പുറം ഒരു ആധ്യാത്മികത ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം പറഞ്ഞിരുന്നത് അതുതന്നെയാണ്. അത് മാറിയിരിക്കുന്നു. അവിടെയാണ് ഈ ഭീതി പലരുന്നത്. ഞാൻ ഭയപ്പെട്ട് ജീവിക്കുന്നു, ഞാൻ സുരക്ഷിതനല്ല എന്നുള്ള ഒരു ഭീതി ഉണ്ടാക്കിയിരിക്കുന്നു. സുരക്ഷിതനായിരിക്കാൻ വേണ്ടിയിട്ടാണ്, സുഖമായിരിക്കാൻ വേണ്ടിയാണ്, സന്തുഷ്ടനായിരിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ പ്രകൃതിയെ നോക്കി ആഹ്ലാദിക്കുന്നതിനല്ല, ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിലേക്ക് നമ്മുടെ ചിന്ത മാറുന്നു. നമ്മുടെ ഓറിയൻറ്റേഷനിൽ വന്ന വലിയ ഒരു വ്യത്യാസമാണത്. വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഈ വിശിഷ്ട അതിഥികളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉത്ഭവം, അതിൻ്റെ വ്യാപനം, അതിൻ്റെ കാരണങ്ങൾ, അത് പറഞ്ഞൊപ്പിക്കുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വിച്ഛേദനം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പുനരാവിഷ്കരണത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ് തീർച്ചയായും ഈ കോവിഡ് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. അത് എല്ലാ തലങ്ങളിലും അനിവാര്യമാണ് എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ആഴ്ചയിൽ തുടരുന്നതായിരിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.